നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ എപ്പോഴാണ് ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും ഓതലാണ്. അതാണ് ഖത്തമുൽ ഖുർആൻ. അത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ. ആ ഹദീസ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അത്തിബിയാനിൽ രേഖപ്പെടുത്തിയത് കാണും. ധാരാളം കിതാബുൽ ഇൽമിലൊക്കെ കാണും. മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. താജുൽ ഉലമ ഉപ്പാപ്പ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന മഹാനാണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് വന്നിരുന്നാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഖത്തം തീർക്കും, ദ്വാർക്കും. ജുമുഅ കഴിഞ്ഞാൽ പുതിയ ഖത്തം ആരംഭിക്കും. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഉപ്പാപ്പ ഒരു ഖത്തം തീർക്കുന്നയാളെ 8 ദിവസം കൂടുമ്പോൾ. ആരാണ് താജുൽ ഉലമ എന്ന് അറിയണ്ടേ നമ്മൾ? അങ്ങനെ ഉപ്പാപ്പ ഖത്തം തീർക്കുന്നത് എപ്പോ? റമളാൻ അല്ലാത്ത കാലം. റമളാനിൽ ഉപ്പാപ്പ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 15 ഖത്തം തീർക്കുന്ന പതിവുകാരനാണ് ഉള്ളാളത്തെ ഉപ്പാപ്പ. ഉപ്പാപ്പയുടെ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് കമരിയ വർഷപ്രകാരം 95ാമത്തെ വയസ്സിലാണ് ഉപ്പാപ്പ വഫാത്താകുന്നത്. 15ൽ നിന്ന് 95ലേക്ക് എത്ര വർഷം കാണും? നിങ്ങൾ മദ്രസയിൽ മുഫത്തിഷ് വന്ന മാതിരി മദ്രസയിൽ മുഫത്തിഷ് വന്നിട്ട് ചോദിച്ചു, കുളിയുടെ 14ാമത്തെ ഫറള ഏതാന്ന് ചോദിച്ചു. അപ്പൊ 2 പിള്ളേർ പറഞ്ഞു, ഞങ്ങളിവിടെ പുഴയിൽ ഇറങ്ങിയിട്ട് മുങ്ങലാണ്. പിന്നെ അതിന് 13ഉം 14ഉം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളെ വിട്ടാൻ പറ്റില്ല. 15 മുതൽ 95ലേക്ക് എത്ര വർഷമുണ്ട്? 80 വർഷം. 80 വർഷത്തിന് എത്ര വെള്ളിയാഴ്ചയുണ്ട്? 80. അപ്പൊ ഉപ്പാപ്പ തന്റെ ഖബറാകുന്ന വീട്ടിലേക്ക് താമസം മാറി പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഖുർആനിന്റെ എത്ര ഖത്മുമായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് ഓർക്കണം നമ്മൾ. ആ ഉപ്പാപ്പയുടെ പുറകിൽ നിന്ന് അവിടുത്തെ കുപ്പായവും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആശിക്കുന്ന നാം ഒന്ന് ഓർക്കണം, നമ്മൾ എത്രയാണ് ഓതുന്നത്, ഉപ്പാപ്പ എത്രയാണ് ഓതിയത്. 15ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയിരിക്കുന്ന പതിവ് 95 വരെ 80 വർഷം ഉപ്പാപ്പയുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഒക്കെ ഒരു ഖത്തം. 80 വർഷത്തെ റമളാനിൽ 15 ഖത്തം. യാ റബ്ബ്, ആരാണ് താജുൽ ഉലമ? എന്തുകൊണ്ട് പണ്ഡിത ലോകം ഉപ്പാപ്പാക്ക് താജുൽ ഉലമ, പണ്ഡിത ലോകത്തിന്റെ കിരീടധാരി എന്ന് സ്ഥാനപ്പേര് കൊടുത്തത് ചെറുതാണെന്ന് മനസ്സിലാക്കിയോ? ആ ഉപ്പാപ്പ ഒരു റമളാനു ഷരീഫിൽ 10 ദിവസം മദീനയിലും 20 ദിവസം മക്കയിലും 1 മാസം മുഴുവനുമായി ഹറമൈനിയിൽ താമസിച്ചു. എന്തായിരുന്നു ഉദ്ദേശം? അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീടൽ. അള്ളാഹുവിന് 5000 പേരുകളുണ്ട്. അതിൽ പ്രസിദ്ധമായതാണ് അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ 99. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. 99 പ്രധാനം. ആ 99ന്റെ ഓരോന്നും അതിന്റെ റിയാള വീടണം. ആ റിയാള വീടുന്നതിന് റമളാനു ഷരീഫിൽ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറിൽ 2 ഹറമിലും 30 ദിവസം താമസിച്ചിട്ട് റൗള ഷരീഫിൽ ഇരുന്നു കൊണ്ടും കഅബ ഷരീഫിൽ ഇരുന്നു കൊണ്ടും ഉപ്പാപ്പ അതിന്റെ റിയാള വീടി. എങ്ങനെ റിയാള വീടേണ്ടത്? ഓരോന്നും 1 ലക്ഷം. ഓരോന്നും 1 ലക്ഷം. എങ്ങനെ ചൊല്ലണം? ജലാലത്ത് ചേർത്തുകൊണ്ട് ചൊല്ലണം. അല്ലാഹു ജല്ല ജലാലു 1 ലക്ഷം, അർ റഹ്മാനു ജല്ല ജലാലു 1 ലക്ഷം, അർ റഹീമു ജല്ല ജലാലു 1 ലക്ഷം, അൽ മലികു ജല്ല ജലാലു 1 ലക്ഷം, അൽ ഖുദ്ദൂസു ജല്ല ജലാലു 1 ലക്ഷം, അൽ മുഅ്മിനു ജല്ല ജലാലു 1 ലക്ഷം, അൽ മുഹൈമിനു ജല്ല ജലാലു 1 ലക്ഷം, അസ്സലാമു ജല്ല ജലാലു 1 ലക്ഷം. അങ്ങനെ 99ഉം എത്ര ലക്ഷം? 99 ലക്ഷം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 ലക്ഷം. ഒറ്റ റമളാനിൽ 2 ഹറമിൽ ഇരുന്ന് 1 കോടി പ്രാവശ്യം അതിന്റെ റിയാള പൂർത്തിയാക്കിയ ഒരു മഹാൻ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ അറിവിലുള്ളത് താജുൽ ഉലമ ഉപ്പാപ്പ മാത്രമാണ്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അന്ന് ഉപ്പാപ്പയുടെ കൂടെ
മംഗലാപുരത്തുകാരൻ ഒരു സ്നേഹിതന്റെ 6 വയസ്സോ 12 വയസ്സോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അടുത്ത് ഉള്ളാളത്തെ ഉപ്പാപ്പാന്റെ ഒരു മാല ഒരാൾ എഴുതിയിട്ടുണ്ട്, ഉള്ളാളം മാല എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ സംഭവം പറയുന്നുണ്ട്. 6 വയസ്സോ 12 വയസ്സോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ കുട്ടി 12ാമത്തെ വയസ്സ് വരെ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 6ാമത്തെ വയസ്സ്. ഈ റിയാള പൂർത്തിയാക്കി 1 കോടി പ്രാവശ്യം അവിടെ ഇരുന്നു കൊണ്ട് അത് റിയാള പൂർത്തിയാക്കിയിട്ട് ഹറമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉപ്പാപ്പയോട് ആ മംഗലാപുരക്കാരനായ സ്നേഹിതൻ പറഞ്ഞു, ഉപ്പാപ്പ ഇതെന്റെ മോനാണ്, ഇവൻ ഇത്ര വയസ്സായി, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഉപ്പാപ്പ അവന്റെ മുതുകിൽ ഇങ്ങനെ മുട്ടിയിട്ട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഓൻ പേരങ്ങ് പറഞ്ഞു കൊടുത്തു. അതാണ് ഉള്ളാളത്തെ ഉപ്പാപ്പ. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവുകളിൽ നമ്മളാരും സംശയിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുത്തെ നോട്ടീസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ റിഫായി ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട്, ഇതിൽ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട്. മഹാനായ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ കാണാം, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു 2 ചെവിയും കേൾക്കാത്ത ആള് റിഫായി ഷേഖ് തങ്ങളെ മുമ്പിൽ വന്നാൽ അസ്സലാമു അലൈക്കും, റിഫായി ഷേഖ് തങ്ങൾ സലാം ചൊല്ലിയാൽ അയാൾ കേൾക്കുകയും ചെയ്യും, അയാൾ മടക്കുകയും ചെയ്യും. മറ്റാര് സംസാരിച്ചാലും 2 ചെവിയും കേൾക്കാത്ത ആള് റിഫായി ഷേഖ് തങ്ങൾ സംസാരിച്ചാൽ അയാൾ സുഖമായിട്ട് കേൾക്കും. മാത്രമല്ല, ഇപ്പോ ഈ ഹരിപ്പാട്, ഇവിടേക്ക് എന്താ പറയാ, ഹരിപ്പാട് തന്നെ. ഇന്നത്തെ ഈ വഅലിന്റെ സ്റ്റേജിൽ വഅല് പറയുന്ന ആള് റിഫായി ഷേഖ് തങ്ങളാണെന്ന് സങ്കല്പിക്കും നിങ്ങൾ. എന്നാൽ കിതാബുകൾ പഠിപ്പിക്കുന്നത് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅല് പറഞ്ഞാൽ ലോകം മുഴുവനും ആ വഅല് കേൾക്കണം എന്ന് മൂപ്പർ ഉദ്ദേശിച്ചോ എല്ലാ സ്ഥലത്തും കേൾക്കും. വഅല് പറയുന്നത് എവിടെ നിന്നാണ്? ഹരിപ്പാട് നിന്നാണ്. കേൾക്കുന്നത് എവിടെയൊക്കെയാണ്? ലോകത്ത് മുഴുവനുമാണ്. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന പ്രത്യേകതയാണ്, അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ. അള്ളാഹുവിടെ ഓർഡർ പ്രകാരം അള്ളാഹിന്റെ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവേ ഞാൻ പറയുന്ന ഈ ഇൽമ് ലോകത്ത് മുഴുവനും കേൾക്കണേ എന്ന് റിഫായി ഷേഖ് തങ്ങൾ വിചാരിച്ചാൽ അള്ളാഹു അത് കേൾപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അപ്പൊ നമ്മുടെ സാധാരണക്കാരനെ വസ്വാസാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടാവും, മന്ന ബുദ്ധിക്ക് താഴെ. അവര് പറയും, ഓ ഹരിപ്പാട് സോണിൽ കേൾക്കുമെന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെ, ഈ മഹല്ല് മുഴുവനും കേൾക്കുമെന്ന് പറഞ്ഞാലും കൊള്ളാം. ആലപ്പുഴ ഡിസ്ട്രിക്ട് കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് കൊള്ളാൻ പറ്റും, അത് ഓവർ. ആളുകളെ വസ്വാസാക്കുക. അതെന്തുകൊണ്ടാണ് വസ്വാസാക്കുന്നത്? മാല മുഴുവനും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൽമു ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കോ കേൾക്കൂലേ, അതല്ലേ തർക്കം അല്ലേ? ഇപ്പൊ തർക്കം തീർത്തു തരാം ഞാൻ. ഈ വർഷവും ഇവിടുന്ന് ഹാജിമാർ മക്കത്തേക്ക് പോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ എന്താ പറയാറുള്ളത്? അയാൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട ആളാ, അയാൾ ഇബ്രാഹിം നബിയുടെ വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളാ. ഈ പ്രാവശ്യം ആരാ വിളി കേട്ടത്? ഹജ്ജിന് പോകുന്നയാള്. എവിടെന്നാ ഇബ്രാഹിം നബി വിളിച്ചത്? ഇവന്റെ വീട്ടിൽ വന്നിട്ടാ. എപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചത്? അള്ളാഹുവിന്റെ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം 6000 വർഷങ്ങൾക്ക് മുമ്പ്. ആ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ അല്ലാഹു തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കഅബത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൂടെ സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 3 പേരും ചേർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നിനക്ക് സമർപ്പിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആമീൻ.
അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ. അപ്പൊ നമ്മുടെ കൂടെ രണ്ട് മലക്കുകൾ, അവരുടെ പേരെന്താണ്? റഖീബ്, അതീദ്. അവർ രണ്ടുപേരും നമ്മൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ അതിനൊപ്പം ചേരുമെന്ന് ഹദീസിൽ കാണാം. നിങ്ങളുടെ ആമീൻ മലക്കുകളുടെ ആമീൻ ഒത്തുവരുമ്പോൾ അപ്പൊ തന്നെ ആ ദുആ സ്വീകരിക്കും. ഈ സഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഒറ്റ നോട്ടത്തിൽ എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്, ഒരു 250 പേരുണ്ട്. അപ്പൊ ഇവിടെ സ്ത്രീകൾ എത്ര പേരുണ്ടാവും? നമ്മളെ ഹനീഫ മുസ്ലിയാര്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഇയാൾക്ക് ശമ്പളം കുറച്ച് കൂടുതൽ കൊടുക്കണം. കാരണം ഈ മാസത്തിൽ ഇയാൾ എന്നെ ഫോൺ ചെയ്തതിന് കണക്കില്ല. അപ്പൊ ഒരു ഓവർ ടൈം ഡ്യൂട്ടി എടുത്തതിന് എന്തെങ്കിലും അയാൾക്ക് വകവെച്ചു കൊടുക്കണം. അപ്പോ ഹനീഫ ഉസ്താദ് പറഞ്ഞു ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. അതെത്ര പേരുണ്ട്? ഇതിന്റെ ഇരട്ടി. ഒരാൾക്ക് 2 ഭാര്യമാരെ വെച്ച് കൂട്ടാം. എന്നെ കല്ലെറിയണ്ട, ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്. ഒരാൾക്ക് ഭാര്യയും മകളും ഉണ്ടെന്ന് കൂട്ടാം, അയാൾക്ക് ഭാര്യ ഉമ്മയുണ്ട് എന്ന് വെക്കാം. അങ്ങനെ നമുക്ക് ഒരാൾക്ക് 2 പേരെ കൂട്ടിയാൽ 250ന്റെ ഇരട്ടി എത്രയായി? 500 ആയി അല്ലേ? അപ്പൊ നമ്മൾ 500ഉം 250 എത്ര പേരായി? 750 പേരായി. 750 ആളുകൾ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ 2 മലക്കുകൾ ഉറപ്പല്ലേ? അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രയായി? 1500. 1500ഉം 750ഉം എത്രയായി? 1750. എന്റെ ഉപ്പ എന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ പട്ടിണിയുടെ കാല, അങ്ങേയറ്റത്തെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാ, താഴെന്ന് മേലോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാ. സെൻട്രൽ ഫോർവേഡാ. പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടാനില്ല. ഈ പോക്ക് ഇങ്ങനെ പോകാം. അപ്പോ അന്ന് ചെറിയ മക്കളാകുമ്പോ ഉപ്പ നമ്മളെ ഓതാൻ വേണ്ടി പറഞ്ഞയച്ചു. കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. ഉപ്പ മരണപ്പെട്ടിട്ട് കൊല്ലം 20ആയി. അള്ളാഹുവേ, ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തപ്പോൾ 1750 ആമീൻ. അത് അല്ലാഹു തആല സ്വീകരിക്കുന്നത് 1ന് 10 ആയിട്ടാണ്. 1750 10 എത്രയായി? 2750 അല്ലേ? 1750 നമുക്ക് 2000 കൂട്ടാ. 2000 ആമീൻ ഇവിടെ പറഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ എത്രയായി? അപ്പൊ ഈ സഭയിൽ വെച്ചുകൊണ്ട് എവിടെയോ ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പ ഒരു മകനെ ഇൽമു പഠിപ്പിച്ചതുകൊണ്ട് വാപ്പാക്ക് കിട്ടി 25,000 ആമീൻ എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് ഒരു ദിവസവും ഞാൻ പോയി ഉറങ്ങാറില്ല. ഈ ഹിഫ്ദുൽ ഖുർആനിൽ നിങ്ങളെയൊക്കെ മക്കളെ ചേർക്കണം. മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പഠിക്കും, നല്ലതാണ്. പക്ഷെ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എനിക്ക് ദുആ ഒരു മോനെ, എനിക്ക് ദുആ ചെയ്യാൻ ഒരു മോനെ, ആ ഒരു വിചാരം. പ്രിയപ്പെട്ടവരെ, ഈ ദുആഇന്റെ പ്രാധാന്യം എത്രയാണ്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അത് നിങ്ങൾ ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, മലക്കുകൾ ചേർന്ന് ആമീൻ എന്ന് പറഞ്ഞു. കഅബം പണി പൂർത്തിയാക്കിയിട്ട് തന്നെ അതിന്റെ പൂർത്തീകരണ ശേഷം ഇബ്രാഹിം നബി ദ്വാർന്നിട്ടുണ്ടെങ്കിൽ ആ കഅബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പിന്നെ ദ്വാർക്കണം, നിസ്കാരം കഴിഞ്ഞാൽ ദ്വാർക്കണമെന്ന് വേറെ തെളിവാണോ? കഅബ ശരീഫ് പണി പൂർത്തിയാക്കിയിട്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കഴിഞ്ഞപ്പോൾ അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്ന എങ്കിൽ പിന്നെ ആ കഅബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നമ്മൾ ദ്വാർക്കണമെന്ന് പറയേണ്ടതുണ്ടോ? എന്നാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകളുണ്ട്. അവരെന്താ? നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാം. 1000 ആള് ജുമാ നിസ്കാരത്തിനുണ്ട്. അപ്പൊ ഉസ്താദിന്റെ ദുആ റബ്ബനാ, റബ്ബന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കടലിലും കരയിലും
അല്ലാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങൾ, പക്ഷികളും പറവകളും സസ്യലതാദികളും അതേപോലെ തന്നെ ഇഴജന്തുക്കളും പ്രാണികളും മനുഷ്യരും അല്ലാത്തവരും ഒക്കെ ചേർന്നതാണ്. റബ്ബന, ഞങ്ങളെ എല്ലാവരുടെയും ഉടമക്കാരാ, ആത്തിനാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. നമ്മുടെ ഇമാമിന്റെ ദുആ എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ പക്ഷി പറവകളെയും ചേർത്തിട്ടാണ് നമ്മുടെ ദുആ. അപ്പൊ ഒരാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് ആ മൂലയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലാഹുവേ ഞാനും ഭാര്യയും എനിക്കും പെണ്ണുങ്ങൾക്കും എനിക്കും ഭാര്യ, ഇതെന്തൊരു അങ്ങനെയുള്ള മന്ദബുദ്ധിയിൽ അള്ളാഹു നമ്മളെ കൊടുക്കാതിരിക്കണം. കൊടുക്കുന്നത് ആരാ? അള്ളാഹുവാണ്. കിട്ടേണ്ടത് ആർക്കൊക്കെയാണ്? അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കാണ്. നമ്മുടെ പോക്കറ്റിൽ കൈയിടേണ്ട കാര്യമുണ്ടോ? അള്ളാഹു കൊടുത്തോളും, എല്ലാവർക്കും കൊടുക്കാൻ ദ്വാരക്കാം. അതാണ് ഒരു മുഅ്മിന്റെ കാര്യം. അല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ പോയിരുന്നിട്ട് ഞാനും ഭാര്യയും ഞാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കി അള്ളാഹ്ക്ക് സമർപ്പിച്ചു. ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും കഅബ ശരീഫിനെ ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും കഅബ ശരീഫിലേക്ക് ഹജ്ജിന് വരാനുള്ള ഓർഡർ പാസ്സായിട്ടുണ്ട്. നിങ്ങൾ അത് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളത് ഉറക്കെ പ്രഖ്യാപിക്കണം. അള്ളാഹ് ഓർഡർ പാസ്സാക്കി കൊടുത്തു, നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസിന് മുകളിലോ അല്ലെങ്കിൽ ഇബ്രാഹിം മക്കാം ഇങ്ങനെ ഉയർന്നിട്ട് അതിന്റെ മുകളിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നിട്ട് വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. 4 ഭാഗത്തേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. എവിടുന്ന വിളിച്ചത്? കഅബ ശരീഫിൽ നിന്ന്. കേട്ടത് എവിടെയാണ്? ഹരിപ്പാട്. ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ എല്ലാ സ്ഥലത്തും കേൾക്കൂലേ? സുന്നത്ത് ജമാഅത്തിന്റെ നമുക്കേ നമ്മൾ എന്താ ചൊല്ലണത് എന്ന് ഉറപ്പുവാണ്. വേറുള്ളവൻ്റെത് പോട്ടെ, നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും എന്ത് എന്ന ഉറപ്പ് നമുക്ക് വേണം. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് ഗർഭാശയത്തിലേക്ക് കേട്ടുവെങ്കിൽ, വാപ്പയുടെ മുതുകിലെ റൂഹുകൾ കേട്ടുവെങ്കിൽ, ആ കേട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പോകുന്നത്. ലബ്ബൈക്ക്, ഞാൻ ഇതാ വരുന്നു, ഇതാ വരുന്നു. ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ നമ്മൾ പോണത്. ഏതാണത്? അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ഉസ്താദ് മദ്രസയിൽ നിന്ന് ഹാജർ വിളിക്കുമ്പോൾ എന്ത് പറയും? ലബ്ബൈക്ക് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ വിളിച്ചാൽ ലബ്ബൈക്ക് എന്ന് പറയും. ഇപ്പൊ നമ്മൾ വിളി കേൾക്കാതെല്ല ലബ്ബൈക്ക് എന്ന് പറയും. ഇബ്രാഹിം നബി വിളിച്ചു, അപ്പൊ നമ്മൾ പറയാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ഞങ്ങൾ ഇതാ വരുന്നു, ഇതാ വരുന്നു. ഏതാണ് ഈ വരുന്നത്? അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിക്ക് ഉത്തരം കേട്ടുകൊണ്ട് ഇതാ വരുന്നു. ഇനി മാല ഒന്ന് പാടി നോക്കാം നമുക്ക്. എന്താ മാല പറയുന്നത്? ലിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ, ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. പഠിക്കുകയാണെങ്കിൽ മുഴുവൻ പഠിക്കാം. നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി, അവരുടെ ജീവിതത്തിന്റെ പരമ പരിശുദ്ധി, അതും കൂടി നമ്മൾ പഠിക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട്. പശു, ആട് പോലത്തെ മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ പറമ്പിന്റെ ഒരു ഭാഗം അത് സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വിധവകൾക്കും ഒക്കെ സഹായിക്കാനുള്ള പശുവാണ്. ഇങ്ങേ ഭാഗത്ത് സ്വന്തം കുടുംബത്തിന് പാല് കറക്കാനും മറ്റുമൊക്കെ ആവശ്യമായ പശുവാണ്. ഒരു ദിവസം രാത്രി പറമ്പിൽ ഒരു കള്ളൻ കയറി, ഒരു മോഷ്ടാവ് പറമ്പിൽ കയറി. റിഫായി ശൈഖ് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പശുവിനെ കള്ളൻ കയറ് കഴിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഇത് കണ്ടപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉടനെ ഓടി വന്നിട്ട് കള്ളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച പശുവാണ്,
ഇതിനെ നീ കൊണ്ടുപോയാൽ പറ്റില്ല. നീ ഏതായാലും ഇവിടെ വന്നില്ലേ, ഒരു പശുവിനെ ആഗ്രഹിച്ച് വാ, ഞാൻ എൻ്റെ സ്വന്തം പശുവുണ്ട്, അതിനെ തരാം. കള്ളനെയും ശേഖർ റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ മൂപ്പരുടെ കൊച്ചുമകൻ, പേരക്കിടാവിനതല്ല പറയാം, ആ പറമ്പിലുള്ള പശുവുണ്ട്, ആ പശുവിനെ അഴിച്ചിട്ട് ഒരു കയറ് കഴുത്തിലിട്ട് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ ആ പശുവിനെയും പിടിച്ച് രാത്രി കള്ളൻ്റെ കൂടെ നടന്നു. എന്തിന്? വഴി പിഴച്ചിട്ട് കള്ളൻ വേറെ എവിടെയും പോകണ്ടെന്ന് വിചാരിച്ചു. റിഫായി ശേഖർ റളിയല്ലാഹു അൻഹു കള്ളൻ്റെ കൂടെ തന്നെ നടന്നു. ആ പശുവിനെയും തെളിച്ച് ഇങ്ങനെ നടന്ന് റോട്ടിലെത്തിയപ്പോൾ കള്ളനോട് റിഫായി ശേഖർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഇവിടെ നിന്ന് യാത്ര പരിസരത്ത് മൃഗങ്ങൾക്ക് ഏറ്റവും വില കിട്ടുന്ന ടൗണ് തൊട്ടടുത്ത് കാണുന്ന ടൗണാണ്. അവിടെ വിറ്റിട്ട് നീ പശുവിന്റെ കാശുമായിട്ട് പോയിക്കോ. റിഫായി ശേഖർ റളിയല്ലാഹു അൻഹു കള്ളന് സ്വീകരണം കൊടുത്ത് യാത്ര അയക്കാണ്. ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടാവും? ഈ വയത് പറയണേ എനിക്ക് സാധിക്കും, കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കും. വെറുതെ അല്ല ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും അല്ലാഹു തആല കേൾപ്പിച്ചത്. അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. ബഹുമാനപ്പെട്ട റിഫായി ശേഖർ റളിയല്ലാഹു അൻഹു പശുവിനെ കക്കാൻ വേണ്ടി വന്ന കള്ളനെ ആ പശുവിനെ മാറ്റിയിട്ട് വേറെ നല്ല പശുവിനെ കയറിട്ട് കൊടുത്തിട്ട് യാത്രയപ്പ് കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ടവർ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെയുള്ള റിഫായി ശേഖർ റളിയല്ലാഹു അൻഹു അല്ലാഹു അവരുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഈ മാസമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇവിടൊക്കെ കുത്തുബിയത്തുകൾ നടക്കുന്നില്ലേ അല്ലേ? അതാ വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി فليدع يا عبد القادر محي الدين يا محي الدين. ആരാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു? ഹിജറ 470 ജനനം. നന്നായി 90 കാലം ഇരുന്നോവർ. 90 വർഷം ജീവിച്ചിരിക്കുന്ന മഹാനവറുകൾ, ഒരു നൂറ്റാണ്ടോളം അല്ലേ? ബഹുമാനപ്പെട്ടവർ ജനിച്ചിരിക്കുന്ന പ്രദേശം എവിടെയാണെന്നറിയോ? ഇറാനിന്റെ ഒരു പ്രത്യേക പട്ടണവും ഒരു ജില്ലയും ആണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാൻ ജില്ലയിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ. കൈലാൻ പഞ്ചായത്തിലെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് ജീലാൻ. നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഭൂമിശാസ്ത്രത്തിന്റെ കിടപ്പ് നമ്മളെ ഇതനുസരിച്ച് പറയണല്ലോ. അതനുസരിച്ച് ജീലാൻ ഗ്രാമത്തിൽ, കൈലാൻ പഞ്ചായത്തിൽ, തബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലാണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഹിജറ 470 ജനിക്കുന്നത്. അവിടെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ. അതുപോലെ തന്നെ സസ്യങ്ങളും പഴങ്ങളും മരങ്ങളും പക്ഷികളും പറവകളും അങ്ങനെയൊക്കെ നല്ല സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്ന ആ പ്രദേശം നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ്. മരങ്ങളും ചെടികളും സസ്യങ്ങളും പൂക്കളും പഴവർഗ്ഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നും ഇറാനിലെ ആ പ്രദേശം അങ്ങനെ തന്നെയാണ്. വേൾഡ് മാർക്കറ്റുകളിൽ ഫ്രൂട്ട്സുകൾ വരുമ്പോൾ ഇറാന്റെ ഫ്രൂട്ട്സ് പരിശോധിച്ചാൽ അതിന്റെ പെട്ടിയിലൊക്കെ തൊബരിസ്ഥാൻ എന്ന് എഴുതി കാണും. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജന്മനാടാണ്. ഭൂമിശാസ്ത്രപരമായി അതിനെ പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ നാട് നെൽകൃഷിയുള്ള നാടാണ്. നിങ്ങളുടെ ഈ പ്രദേശമൊക്കെ ഏതാണ്? കുട്ടനാടാണ് അല്ലേ? വയലേലകൾ നല്ല പോലെ ഉണ്ട്, നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രം. കുട്ടനാടൻ വയലേലകളിൽ കട്ടകൾ തല്ലും പെൺകൊടിമാരും
പാലക്കാടൻ പാടങ്ങളിലെ ചേറുപുരണ്ടൊരു കർഷകരും എന്നാണ് പണ്ടത്തെ മുദ്രാവാക്യം. ഈ കുട്ടനാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എന്തുണ്ട്, വയലുകളുണ്ട്. കൃഷി ചെയ്യുന്നുണ്ടോ താജുദ്ദീൻ സാറേ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശത്തിന്റെ റിസ്ക് ഒരു സ്ഥലത്ത് കണക്കാക്കിയിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ദുരിതം പേറേണ്ടി വരും. റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാടുകളിലെല്ലാം വയലുകൾ നികത്തിയിട്ട് തെങ്ങ് വെക്കുമ്പോൾ, തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് റബ്ബർ വെക്കുമ്പോൾ, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന അവർകൾ ആ വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ നെല്ലുണ്ടാക്കേണ്ട സ്ഥലത്ത് മണ്ണ് നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട്. തെങ്ങ് മുറിച്ചിട്ട് പിന്നെ റബ്ബർ വെക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. റബ്ബറിന് വലിയൊരു വില വന്നല്ലോ. അന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ജനങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും. ഇപ്പൊ ഖേദിച്ചില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൃഷിയുടെ സ്ഥിതി എന്താ? ഞങ്ങളെ നാട്ടിൽ മുഹമ്മദ് അലി പശു വാങ്ങിയാൽ മതി. ഒരു പശുവിനെ വാങ്ങി, അതിന് നല്ല പാലുണ്ട്, ചവിട്ടിയിട്ട് അടുക്കാൻ വയ്യ. ചവിട്ടിയിട്ടും കുത്തിയിട്ടും പശുവിനെ തൊടാൻ പറ്റൂല. അപ്പോൾ വിചാരിച്ചു വേറൊരു പശുവിനെ വാങ്ങട്ടെ. രണ്ടാമത്തെ പശുവിനെ വാങ്ങി. അപ്പം അതിന് നല്ല സ്വഭാവം, ഒരു തുള്ളി പാലുമില്ല. ഇപ്പം റബ്ബറും തേങ്ങയും രണ്ടും കണക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കൊരു കിടപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ചതുപ്പ് ഭൂമി, ഒരു പഞ്ചായത്തിൽ കൃഷിഭൂമി, ഒരു പഞ്ചായത്തിൽ വീട് വെക്കാനുള്ള ഭൂമി, അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കണക്കാക്കിയിട്ടുണ്ട്. നിലവും പൊയിലും പറമ്പും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളതിൽ കൃഷി ചെയ്യാതിരുന്നാൽ പറ്റുമോ? കൃഷി ചെയ്യണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചിരിക്കുന്ന തൊബരിസ്ഥാൻ പട്ടണം, ആ പ്രദേശം ഒന്നായിട്ട് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും കരിമ്പ് കൃഷിയും അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ടുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മിക്കവാറും ചെറിയ പ്രായത്തിൽ അരിഭക്ഷണം കഴിച്ച് വളർന്നുകൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമ്മളും മുഹീദ്ദീൻ ശൈഖ് തങ്ങളും വലിയ ബന്ധമാണ്. അത് ആ ഭക്ഷണത്തിന്റെ ഒരു വല്ലാത്ത ബന്ധമാണ്. കേരളവും മുഹീദ്ദീൻ ശൈഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്.